ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൽ പരസ്യ പ്രതിഷേധവുമായി LJD കോഴിക്കോട് ജില്ലാ ഘടകം. സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ LJD ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുയർന്നു. മുന്നണി മാറുമ്പോൾ വടകരയോ കോഴിക്കോടോ നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. അത് വാങ്ങിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടെന്ന് ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ പറഞ്ഞു. വടകരയോ കോഴിക്കോടോ വാങ്ങിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചില്ലെന്നായിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം. നേതൃത്വം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കും ഇക്കാര്യത്തിൽ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പിൽ വടകരയിൽ പാർലമെന്റ് കൺവെൻഷൻ വരെ നടത്തിയിരുന്നെന്നും ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി MP വീരേന്ദ്രകുമാറും ശ്രേയംസ്കുമാറും നടത്തിയ ചർച്ചയിൽ മുന്നണി വിടുന്നതിനെ സംബന്ധിച്ചുള്ള ധാരണയാവുകയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വടകര പാർലമെന്റ് സീറ്റ് ലോക്സഭാ സീറ്റ് ജനതാദളിനായിരിക്കും എന്നുറപ്പ് നൽകുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനാ സംവിധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി ഞങ്ങൾ നടത്തിയത്. ഇടതുമുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കും. പാർട്ടി ഏറ്റവും ശക്തമായ കോഴിക്കോട്ടെ പ്രവർത്തകരുടെ വികാരം പരിഗണിക്കാൻ സംസ്ഥാന നേതൃത്വത്തിനായില്ല. മനസ്സാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന അഭിപ്രായവും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. സ്ഥാനാർത്ഥിയെ നിർത്തണമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമായി ആലോചിച്ച് ഇവിടെ രൂപീകരിച്ച കമ്മിറ്റിയുമായി ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനം കൈക്കൊള്ളും. 11-ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.